ഏത് റൂമിലാണോ? വെടിമറയെന്നോ? ഏത് റൂമിലാ? എന്താടാ രവി, നീ നമ്മളെ പഴയ സ്കെച്ച് ഇട്ട് കൊടുക്കാണെന്ന് കേട്ടല്ല? നമുക്ക് സ്കെച്ച് ഇട്ട് കൊടുക്കലില്ലടാ, പണിയിലല്ലേ ഉള്ളൂ. അപ്പോഴേക്കും തോക്കൊക്കെ എടുത്തോണ്ട് വിളിച്ചോണ്ട് പോയിരുന്നവനെ അംഗവാടി കിടന്ന് പൊളക്കാൻ നിൽക്കണ്ട കൂത്താടി മക്കളെ. അങ്ങാടിക്ക് വേണം താറികളെ. നീ ഇത് കണ്ട, ഈ സാധനമൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ബാക്കി കാര്യമൊക്കെ വക്കീലിന്റെ അടുത്ത് സംസാരിക്കാം. നീ പോയി പണിയാക്കാൻ നോക്കടാ. നിന്റെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞ മുല്ലശ്ശേരി കനാലോട് സ്ഥലം പേരിലേക്ക് എത്തിരാൻ പറ. കൊള്ളാലോ പൂതി. അതൊക്കെ കിട്ടും ചേച്ചി. എന്റെ പൊന്നുമ സ്വപ്നം കണ്ടാട്ടാ. എന്റെ വെറുതെ കിട്ടുമ്പോൾ കിട്ടിയാ മതി. അല്ല വേറെ ആളെ നോക്ക്. പിന്നെ അങ്ങനെ ചെയ്യണോ ഇപ്പേ? എന്തുകൊണ്ട് കൊച്ചുപിള്ളേരെ പോലെ നിങ്ങളിവിടെ ഇറങ്ങാനേ? കുരിശോടിക്കോ ഓടിക്കോ ഓന്റെ വീർപ്പിച്ചോട്ടിക്കാണ്ട് ഇറങ്ങി വാടി. ഒന്ന് ഇറങ്ങി പോയിട്ട് ആലീസേ, ഞങ്ങക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. ഇപ്പൊ പോട്ടറൊക്കെ ഈ ഭാഗത്ത് കുറച്ച് വിളി ബാക്കി കിടപ്പുണ്ട്. ഒന്നും പറയണ്ട, എങ്ങനെങ്കിലും കഴിച്ച് തീർക്കണ്ടേ കുരിശ്. അപ്പൊ ലിച്ചി ഇനി വിളിയൊന്നുമില്ല, തലേ ദിവസം എത്തിക്കൊള്ളണം. പറഞ്ഞട്ടാ നല്ല മാങ്ങാക്കറി ഇറച്ചിയും കായൊക്കെ കൂട്ടി ഫുഡ് അടിച്ചിട്ട് പോവാം. അപ്പൊ സ്മോൾ ഒന്നുമില്ലേ? സ്മോൾ അടിക്കോ? അടിക്കോന്നോ? എന്നാ ഞാനും അടിക്കും. കുടിക്കാത്തൊരാള് ഡാനീസൊന്നും മിണ്ടാണ്ടിരിക്കും. നിങ്ങൾക്ക് കുടിയുടെ കുറിച്ച് മാത്രമേ വിചാരുള്ളൂ. കെട്ടണയ്ക്ക് മുമ്പ് ഇങ്ങനെ കെട്ടിയൊക്കെ എന്തായിരിക്കും ഡാനീസ്? ലിസ്റ്റ് ശരിക്കും കുടിക്കോ? അതെന്താടാ എനിക്ക് കുടിക്കാൻ പാടില്ലേ? ഏയ് ചോദിച്ചാണ്. എടാ സഖി നിന്നെ വിളിച്ചായിരുന്നോ? ഇല്ല. അവള് ജർമ്മനിക്ക് തിരിച്ചു പോയിട്ടോ. അപ്പൊ അവളുടെ കോഴ്സ് അതൊന്നും കുഴപ്പമില്ലടാ. ക്ലാസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി എക്സാം എഴുതാൻ മാത്രം വന്നാ മതി. എക്സാം എഴുതാൻ വരുന്ന അവള് പറഞ്ഞേ. ഉച്ചക്കാലത്തെ ഫുഡല്ലേ? ഉച്ചക്കാലത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ കരിമീൻ പൊള്ളിച്ചത്, മട്ടൻ സ്റ്റൂ, അപ്പം, ബീഫ്, പിന്നെ പോർക്കും വെക്കാം. പിന്നെ ചോറ്, മാക്കറി, സർലാസ്, അച്ചാറ്, ഇതൊക്കെ പോരെ? അതൊക്കെ മതിയാവൂലേ? ആന്റിയുടെ വീട്ടിലേക്ക് അപ്പോസ്റ്റം കൊടുത്തുട്ടോ? അതെല്ലാം കൊടുത്തു വിട്ടുണ്ട്. ചേട്ടാ പച്ചക്കറി ഒന്നുമില്ലേ? പച്ചക്കറി ഐറ്റംസോ? പച്ചക്കറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ചിക്കനില് ഉരുളക്കിഴങ്ങിടാം, ബീഫില് കായിടാം, പോർക്കില് പിന്നെ കൂക്കിടല്ലോ. ഈ ക്യാബേജ് ഓരൻ മെഴുക്കുരുട്ടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ലേ? അതൊക്കെ ശരിയാക്കാം. അപ്പേട്ടാ ഞാൻ വിളിച്ചോളാം. ശരിയെന്നാ. മെഴുക്ക് വെറ്റി, ക്യാബേജ് തോരൻ അങ്കമാലിക്കാരെ കഴിക്കാനാണ്? പെപ്പയാണ്. സുരേഷേട്ടാ പറയ്. ഞാൻ എത്തിക്കോളാം. ഇല്ല അവരുണ്ടാവും, ഞാൻ പറഞ്ഞോളാം. ശരിയെന്നാ.